ഗവൺമെന്റ് UP സ്കൂൾ തെങ്കരയുടെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. ജില്ലയുടെ വടക്കു പടിഞ്ഞാറായി പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് തെങ്കര. ഒരിക്കൽ തേൻകര എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം പിന്നീട് തെങ്കരയായി പരിണമിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 1918 ഇവിടെ ഒരു സർക്കാർ സ്കൂൾ സ്ഥാപിച്ചത്. പഞ്ചായത്തിലെ 90% വരുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ കുട്ടികൾക്ക് ഏക ആശ്രയം തെങ്കരയിലെ ഈ സർക്കാർ UP സ്കൂളാണ്. സർ, നിങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാമോ? പരിസ്ഥിതിക്ക് ഒരു പണക്കൊടുക്ക ഈ വർഷം ആരംഭിച്ച പദ്ധതിയാണ്. അതുപോലെ മഷിപ്പേനയിലേക്ക് മടങ്ങാം. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. മിടിമിടിക്കുകളെ, മിടിമിടുക്കന്മാരെ, ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ നടത്തുന്നുണ്ട്. കേട്ടപ്പോൾ തന്നെ ഉണ്ടല്ലോ, സുഖമായി, സന്തോഷമായി. അതിൽ പ്രത്യേകമായിട്ടുണ്ടല്ലോ അവിടെ ഹെഡ് മാസ്റ്റർ സൂചിപ്പിച്ച പോലെ മഷിപ്പേനയിലേക്ക് മടങ്ങാം. മോൾക്ക് എല്ലാവർക്കും പേന ഇഷ്ടമാണോ? മിഠായി വേണോ, പേന വേണോ? മഷികളിൽ എഴുതുന്ന പേന വേണോ? അതേപോലെ തന്നെ ഉണ്ടല്ലോ ഇതുപോലത്തെ പേന വേണോ? ഈ മഷിപ്പേന മതി. ഇതിനെന്താ കുഴപ്പം? നല്ലോണം എഴുതുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇതിനെന്താ കുഴപ്പം? പറഞ്ഞോളൂ, മോള് പറഞ്ഞോളൂ, അടുത്തിരിക്കുന്ന ആൾക്ക് കൊടുക്കോ. മോള് ഇതിനെന്താ ഒരു കുഴപ്പം? ഇതിലത്തെ മഷി കഴിഞ്ഞ അത് നമ്മൾ ഈ തൊടിയിലേക്കൊക്കെ വലിച്ചെറിയുമ്പോ എന്ത് വലിച്ചെറിയും? ഈ പ്ലാസ്റ്റിക്. അതിന്റെ ഉള്ളിൽ അതിനെന്തൊരു പേരില്ലേ? അതിന്റെ ഉള്ളില് റീഫില്ല് അല്ലേ? അത് നമ്മൾ തൊടിയിലേക്ക് വലിച്ചെറിയും, പ്ലാസ്റ്റിക്. അപ്പൊ ഈ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങണ വെള്ളത്തെ അത് തടസ്സപ്പെടുത്തും. അത് തന്നെ, പ്ലാസ്റ്റിക് അങ്ങനെ വളരെയധികം ദോഷം ചെയ്യല്ലേ. എന്നാ മോളൊന്ന് പറഞ്ഞ് മോളുടെയിലേക്ക് ഒന്ന് കൊടുത്തേ. ഈ പേനയാണെങ്കിൽ കുറച്ച് ദിവസമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മഷിപ്പേനയാണെങ്കിൽ നമുക്ക് 2-3 കൊല്ലമൊക്കെ ഉപയോഗിക്കാൻ പറ്റും. 2-3 കൊല്ലം ഉപയോഗിക്കാൻ പറ്റും അല്ലേ? അങ്ങനെ നമുക്ക് മിതവേശീലം ഉണ്ടാക്കാം. ആയിക്കോട്ടെ, സന്തോഷമായി കേട്ടോ. അപ്പൊ സാറന്മാരോട് ഒരു ചെറിയ കാര്യം കൂടി ഞാൻ ചോദിച്ചിട്ട് നിർത്താം. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഈ സ്കൂളിൽ അധ്യാപകർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ പുതുമയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 3 നല്ല പ്രവർത്തനങ്ങൾ. ഒരുപാടൊന്നും നിങ്ങൾ എഴുതിയില്ല, സാറ് പറഞ്ഞത് എല്ലാം എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു. എങ്കിലും നല്ല 3 കാര്യങ്ങൾ അത് വായിച്ചപ്പോൾ തന്നെ വളരെ ആഹ്ലാദം തോന്നി. അതിലൊന്ന് ഒറ്റഞ്ഞാർ കൃഷി. അതിനെക്കുറിച്ച് ഞങ്ങൾ കണ്ടു, എന്നാലും ഒന്ന് കൂടുതൽ മനസ്സിലാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. ആരാണ് അതുമായിട്ട് ബന്ധപ്പെട്ട അധ്യാപകൻ? അങ്ങനെ തന്നെയാണോ? കേൾക്കട്ടെ, ഓരോ 2-3 വാചകത്തിൽ. ഒറ്റയാർ കൃഷി നടത്താനുള്ളൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7ാം ക്ലാസ്സില് പച്ചയാം വിരിപ്പ് എന്ന് പറഞ്ഞ് സയൻസിലൊരു പാടുണ്ട്. ഈ പാഠം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു, ആരൊക്കെ വീട്ടിലാണ് കൃഷിയുള്ളതെന്ന് പറഞ്ഞു. 2 കുട്ടിയാണ് ഈറ്റുന്നത്. നെൽകൃഷിയുള്ള വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ ആരൊക്കെയാന്ന് ചോദിച്ചപ്പോൾ ഒരു കുട്ടി പോലും ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഗുരു പൊൻകരയാക്കുന്നതാണ് നെൽകൃഷി. അതാണ് തെങ്കര മണ്ണാർക്കാടിന്റെ നെല്ലറയാണ് രേഖ. അപ്പോഴാണ് ഇത് ഭയങ്കര വിഷയമായി തീർന്നിട്ടുള്ള കാര്യം മനസ്സിലായത്. അപ്പൊ ഏറുമോറും ഒത്തുവന്നു എന്നുള്ളത് നമ്മൾ വള്ളുവനാടൻ ഭാഷയിൽ പറയും. ആ സമയത്ത് തെങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചിട്ട് ഇതേപോലെ നേച്ചർ ക്ലബിന്റെ ആൾക്കാരെ വിളിച്ചിട്ട് ചോദിച്ചു, നമുക്ക് പിന്നെ ഭക്ഷ്യസുരക്ഷാ പദ്ധതി പറഞ്ഞ സർക്കാരിന്റെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ട് മാഷെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ പ്രശ്നം അവതരിപ്പിച്ചു, സാർ ഇങ്ങനെ ഒരു ഗുരുതരമായ പ്രശ്നമുണ്ട്, സ്കൂളിലെ കുട്ടികളിൽ നല്ലൊരു ശതമാനവും നെൽകൃഷിയെ കുറിച്ച് ഒരു ധാരണ മുഴുവനും കുട്ടികളുടെ പങ്കാളിത്തത്തോട് കൂടിയിട്ട് ഇങ്ങനെയാണ് ഇത് ആരംഭിച്ചത്. ഇപ്പൊ നല്ല വിജയകരമായിട്ട് നടക്കുന്നുണ്ട്. ഉണ്ട് സാർ. അതായത് കുട്ടികൾക്കെല്ലാം നല്ല ധാരണ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും. ഈ കുട്ടികൾ ചെയ്ത കാര്യം ആദ്യം ഞാറുനടിയിൽ മൊത്തം നമ്മുടെ കുട്ടികൾ തന്നെ ചെയ്തത്. അത് 1ാം ക്ലാസ്സിലെ കുട്ടികളില്ല വേണ്ടിയിട്ടാണ്. കുട്ടികളുടെ പങ്കാളിത്തം പാഠപുസ്തകത്തിലെ ഒരു പാഠത്തിനെ അടിസ്ഥാനമാക്കി എങ്ങനെ അതിനെ നിങ്ങൾ മാറ്റിയെടുത്തു, ഒരു പഠനാനുബന്ധ പ്രവർത്തനമാക്കി മാറ്റി എന്നുള്ളത് മറ്റുള്ളവരും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചോദിച്ചത്. 7ാം ക്ലാസ്സിലെ അനുഷയോടാണ്. ഈ ക്ലാസ്സിലെ മാഷ് പാഠം എടുക്കൂലേ? ഒരു 7ാം ക്ലാസ്സിലെ ഒരു പാഠത്തിന്റെ പേര് പറയൂ. പുഴയൊഴുകും വഴി. ആരെഴുതിയതാ അത്? അത് എഴുതിയതല്ല, ഒരു പുഴയുടെ അവസ്ഥ ചൂണ്ടിക്കാണിക്കുന്ന. പുഴ തന്നെ ഒഴുകുക ടെക്സ്റ്റ് പുസ്തകത്തില്. മലയാളത്തിലെ പാഠമല്ലേ അല്ലേ? അത് എഴുതിയ ഒരാളുണ്ടാവും കേട്ടോ. ആളെ പേര് ആർക്കെങ്കിലും അറിയാവോ? 7 പഠിക്കുന്ന വേറെ ആരാ ഉള്ളത്?
ആരുമില്ല. ശരി, ആ പാഠം ഈ ക്ലാസ്സിൽ എങ്ങനെയാ മാഷ് എടുക്കുക? ആദ്യം നിങ്ങൾക്ക് പാഠം വായിച്ചു തരികയാണോ ചെയ്യുക? അല്ല, ആദ്യം ഞങ്ങളെടുത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് മനസ്സിൽ വായിക്കാൻ പറയും. എന്നിട്ട് ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പായിട്ട് ആശയമൊക്കെ ഞങ്ങൾ പങ്കുവയ്ക്കും. എന്നിട്ട് പിന്നെ ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ടീച്ചർ ഞങ്ങളെ സഹായിക്കും. ആശയം ഒന്നും കൂടി വ്യക്തമാക്കി തരും. ഞങ്ങൾ ആ ആശയം ഒരു നോട്ട് ബുക്കിൽ എഴുതി വെക്കും. ശരി, വളരെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് അർത്ഥം. ഇനി അവസാനമായിട്ടൊരു ചോദ്യം. ഞാൻ കുറേ പേരുകൾ പറയും. ആ പേരുകളെ കൂട്ടത്തിൽ കാർട്ടൂണിസ്റ്റ് ആരാണെന്ന് പറയണം. അത് 7-ലെ കുട്ടി പറയണം. 7-ലെ കുട്ടി വേറെ ആരാണ്? സുദീപ്. കുറേ പേരുകൾ പറയും ഞാൻ. അതിലാരാണ് കാർട്ടൂണിസ്റ്റ് എന്ന് പറയണം? കാക്കനാടൻ, ടി പത്മനാഭൻ, ഗോപികൃഷ്ണൻ, മുണ്ടൂർ സേതുമാധവൻ. ആരാണ് അതിൽ കാർട്ടൂണിസ്റ്റ്? കാക്കനാടൻ കേട്ടിട്ടുണ്ടെങ്കിൽ മുണ്ടൂർ സേതുമാധവൻ. തരക്കേടില്ല, പാലക്കാട്ടിൽ നിന്ന് വരുന്ന ആള് പറയേണ്ട കാര്യം തന്നെയാണത്. പിന്നെ ഇങ്ങനെ ഓരോ പേര് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമല്ലോ. അതെ, മലയാളം എടുക്കുന്ന അധ്യാപകരാരെങ്കിലും ഉണ്ടോ ഇതില്? എന്താ ടീച്ചറെ ഇങ്ങനെ കുട്ടികൾക്ക് കാർട്ടൂണിസ്റ്റുകളെ പറ്റി മനസ്സിലാകുന്നില്ല? പാലക്കാട്ടുള്ള മുണ്ടൂർ കൃഷ്ണൻകുട്ടി മാഷ് കാർട്ടൂണിസ്റ്റാന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? കാക്കനാടൻ കാർട്ടൂണിസ്റ്റാന്നൊക്കെ പറഞ്ഞാൽ അറിയുന്നവരുണ്ട് സാറേ കൂടെ. ഏതില്? ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിനെ പഠിപ്പിക്കുന്നതല്ലേ? അറിയുന്നവരുണ്ടായിരുന്നു, അവള് പെട്ടെന്ന് എന്തോ അങ്ങനെ പറഞ്ഞത്. ആ ശരി, ഇതിന് സ്പെഷ്യലിസ്റ്റുകളുണ്ടോ അവിടെ? ശരി, ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നല്ല മിടുക്കന്മാരും മിടുക്കികളായിട്ടുള്ള കുട്ടികളാണ്. ഈ സമൂഹം എന്ന് പറഞ്ഞാൽ എന്താ? മോൻ പറയൂ, സമൂഹം എന്ന് പറഞ്ഞാൽ എന്താ? സമൂഹത്തോട് എങ്ങനെയാണ് നമുക്ക് കൂട്ടുകൂടാൻ പറ്റൂ? സമൂഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ പിടിക്കൂ, കുറെ എന്താ ആൾക്കാർ നമ്മുടെ ചുറ്റുപാടും ആൾക്കാരൊക്കെ കൂടിയതാണ് സമൂഹം. ആണ്. അതെങ്ങനെയാണ് ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എല്ലാരും കൂട്ടായിട്ട് കൂട്ടുകൂടൽ. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ സ്കൂള് സമൂഹമായിട്ട് കൂട്ടുകൂടുന്നത്? വാ ഓടിക്കളിക്കാൻ വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുവോ സമൂഹത്തെ? അതല്ല, ഞങ്ങൾ സ്കൂളിൽ എല്ലാ വർഷവും ഓണസദ്യ നടക്കാറുണ്ട്. അതില് എല്ലാ മതത്തിലുള്ള കുട്ടികളും മുതിർന്നവരൊക്കെ ഒരുമിച്ചിരുന്നാണ് അപ്പോഴേക്കും എല്ലാരും കൂട്ടാവുമോ? അതല്ല, അതിനുള്ള വേറെ ഒക്കെ ചെയ്യാറുണ്ട് ഞങ്ങള്. നിങ്ങള് ഭയങ്കര എന്താണ് മധുരപ്രിയരാണെന്ന് തോന്നല്ലോ. തേനക്ഷരക്കര, അതെന്താ അത് തേനക്ഷരക്കര? അതല്ല, ഞങ്ങള് തെങ്കരയില് പണ്ട് ആദിവാസികൾ തേൻ എടുക്കാൻ വന്നായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ തേൻകരാന്ന് പേര് വന്നത്. ഓ, അത് ശരി. അത് ലോപിച്ചാണോ തെങ്കരയായി മാറിയത്? അത് ശരി. അപ്പൊ എന്താണ് തേനക്ഷരക്കര എന്ന് പറഞ്ഞാല്? തേനക്ഷരക്കര എന്ന് പറഞ്ഞാല് ഞങ്ങൾ അവിടെ പിന്നോക്കം നിക്കണ കുട്ടികളെ ഒഴിവ് ടൈമിൽ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യാ. അതാണ് ഞങ്ങൾ തേനക്ഷരക്കര എന്ന് പറഞ്ഞ പദ്ധതി. പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാ. ശരി. നിങ്ങളുടെ ഒരു ക്ലബിന്റെ പേര് സൈരന്ധ്രി എന്നാണ് അല്ലേ? എന്താ ആ പേരിടാൻ കാരണം? ബാക്കിയെല്ലാം തേനും കരയും ഒക്കെയാണ്, ഇത് മാത്രം സൈരന്ധ്രി. അജ്ഞാത വനവാസ കാലത്ത് ഈ പാഞ്ചാലി അറിയപ്പെട്ടിരുന്ന പേരാണ് സൈരന്ധ്രി. പിന്നെ തേൻകരയായിട്ട് എന്താ ബന്ധം? സൈലന്റ് വാലിയുടെ ഒരു ഘട്ടമാണ് സൈലന്റ് വാലിയിൽ അങ്ങനെ ഒരു പ്രദേശമുണ്ട് അല്ലേ? അവിടെ എങ്ങനെയാണ് ആ പേര് ലോകം മുഴുവൻ അറിയാനിടയായത്? അറിയാമോ? ഇപ്പം കേരളത്തിൽ എല്ലാവർക്കും അറിയാം സൈരന്ധ്രി എന്ന് പറഞ്ഞാൽ എവിടാന്നൊക്കെ. അതെന്താ അങ്ങനെ പ്രസിദ്ധമാകാൻ കാരണം? അത് സൈലന്റ് വാലി നാഷണൽ പാർക്കാണ്. നാഷണൽ പാർക്ക് ആകുന്നതിന് മുമ്പ് അവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അത് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നിങ്ങളൊന്നും ജനിച്ചിട്ടില്ല അന്ന്. കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതിനെപ്പറ്റി അറിയാമോ? അറിയില്ല അല്ലേ? അന്വേഷിക്കണേ. എങ്ങനെയാണ് ഈ സൈരന്ധ്രി പ്രസിദ്ധമായത് എന്ന് ചോദിക്കണം. പിന്നെ നേരത്തെ തേനെടുക്കാനായിട്ട് അവിടെ ആദിവാസികളൊക്കെ വരുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ മോള്, അല്ലേ? ഇപ്പോഴും അവിടെ ആദിവാസികളൊക്കെ ഉണ്ടോ നിങ്ങളുടെ പ്രദേശത്ത്? ഉണ്ട് അല്ലേ? നിങ്ങളുടെ സ്കൂളിൽ ആ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഒരുപാടുണ്ടോ? ആദിവാസികളായിട്ടുള്ള കുട്ടികൾ ഒരുപാടുണ്ടോ? അത് നിങ്ങൾക്ക് പക്ഷേ എല്ലാവരും ഒരുപോലെയാ ഇല്ലേ? അതല്ല, നിങ്ങളുടെ കൂട്ടുകാരെല്ലാവരും ഒരുപോലെയാണ്. അത് ആദിവാസിയാണോ അല്ലയോ എന്നൊന്നും നിങ്ങൾക്ക് നോക്കാറില്ല അല്ലേ? അത് നല്ല കാര്യമാണ്. പക്ഷേ മാഷന്മാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ റിസൾട്ടുകളൊക്കെ നോക്കുമ്പോഴോ
ഞാൻ ഈ സമൂഹത്തിലുണ്ടായ നേട്ടങ്ങൾ എന്നുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചോദിക്കുന്നത്. പൊതുവായിട്ട് നിങ്ങളുടെ അക്കാദമിക നിലവാരം ക്രമമായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട്. 80 മുതൽ 100% അതിങ്ങനെ ഉയർന്നു തന്നെ നിൽക്കുന്നുണ്ട്. അതേസമയത്ത് SC/ST വിഭാഗത്തിൻ്റെ നിലവാരം അതും ഒരേ നിലവാരത്തിൽ നിൽക്കുന്നു. 40-നും 60-നും ഇടയ്ക്കാണ്. 2005-ലും അങ്ങനെയാണ്, 2010-ലും ഇങ്ങനെയാണ്. അതെന്താ മെച്ചപ്പെടാത്തത്? ഞങ്ങളുടെ സ്കൂളിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയിൽ പ്രധാനപ്പെട്ട 3 പട്ടികജാതി കോളനികളുള്ളത്. അവിടെ വരുന്ന കുട്ടികൾ നമ്മുടെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ പിന്നോക്കക്കാരെ കണ്ടെത്തിയിട്ട് നമ്മൾ ഈ നേരത്തെ കുട്ടികൾ പറഞ്ഞ അതേപോലെ തന്നെ 1:30 മണി മുതൽ 2 മണി വരെ അതൊക്കെ കണ്ടു ഞാൻ. പക്ഷേ എന്നിട്ട് അതിൻ്റെ ഫലം അറിയണമല്ലോ. ആ ഫലം ഉണ്ടാകുന്നില്ല എന്നല്ലേ ഇതിൻ്റെ അർത്ഥം? എല്ലാവരും ഇപ്പോഴും 40-നും 60% ഇടയ്ക്കാണ് അവരുടെ പെർഫോമൻസ് ആയിട്ട് നിൽക്കുന്നത്. സാർ, ഒരു ഏകദേശ കണക്ക് എന്നുള്ള നിലയ്ക്ക് മാത്രമേ അതെ, ഏകദേശമാണെങ്കിലും മെച്ചപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയണ്ടേ. എങ്ങനെയാണ് നിങ്ങൾ ഈ 40-60 എന്നുള്ള ഒരു വിലയിരുത്തൽ എത്തിയത്? അത് നടത്തിയത് അവിടെ നടക്കുന്ന പരീക്ഷകളുടെ അടിസ്ഥാനത്തിലൊക്കെ പരീക്ഷകളുണ്ട്, തുടർച്ചയായിട്ടുള്ള മൂല്യനിർണ്ണയം അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലല്ലേ? അതൊന്ന്. പിന്നെ പിന്നാക്കക്കാരായി വരുന്ന കുട്ടികളിൽ എത്ര SC വിഭാഗത്തിലുള്ള കുട്ടികളുണ്ട് നമ്മൾ വരുത്തിയിട്ടുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ഏകദേശ ധാരണ എന്നുള്ള അടിസ്ഥാനത്തിൽ അവരിപ്പോഴും പഴയ നിലയിൽ തന്നെ നിൽക്കുന്നു എന്നാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അത് മാറ്റാൻ കഴിയാത്തത് എന്നുള്ളതാണ്. ടീച്ചർക്ക് പറയാമോ? ഓമന ടീച്ചറെ, ഈ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ പിന്നോക്കം തന്നെയായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നതെന്നാണ് കാണുന്നത്. അത് മാറ്റാനായിട്ട് എന്താണ്? അതാണ് സമൂഹം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അതാണ് അല്ലേ? ഞങ്ങൾ അവരെ മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, എന്താ അത് ഫലം കാണാത്തത്? അതൊന്നും നമ്മൾ സ്വയം പരിശോധിക്കണ്ടേ? അതെ, സ്കൂളിൽ നിന്ന് ചെയ്താലും വീട്ടിലെ കുട്ടികൾക്ക് തീരെ അത് മെച്ചപ്പെടുത്താനുള്ള സൗകര്യം ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പം ഞങ്ങൾ ഓരോ ഏരിയയിലുള്ള വിദ്യാസമ്പന്നരായ കുട്ടികളെ വെച്ചിട്ട് പഠന വീടുകൾ ചെയ്യുന്നുണ്ട്. ഈ പഠന വീട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? പഠന വീട് മോശമായ ഏരിയയിലുള്ള ഓരോ മേഖലകളായി തിരിച്ചിരിക്കുകയാണ്. അവിടെ വിദ്യാസമ്പന്നരായ കുട്ടികളെ ഉപയോഗിച്ച് വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെ ആ കുട്ടികളൊക്കെ സൗജന്യമായിട്ട് ഈ പ്രവർത്തനം ചെയ്യുമോ? സൗജന്യമായിട്ട് ചെയ്യുന്നുണ്ട്. അത് അവിടെ തന്നെയുള്ള കുട്ടികളാണോ അതോ വെളിയിൽ നിന്ന് ചെല്ലുന്നവരാണോ? ആ ഏരിയയിലുള്ള കുട്ടികളെയാണ് അതിന് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ 5ാം ക്ലാസ്സിലല്ലേ ഭിന്നസംഖ്യ പഠിച്ച്? ഈ പാഠപുസ്തകം വായിച്ചിട്ടുണ്ടോ? പാഠപുസ്തകം ക്ലാസ്സിൽ മാഷ് വന്നിട്ട് പറഞ്ഞുതരും ഇല്ലേ? പലതും പറഞ്ഞുതരും. അത് കൂടാണ്ട് നമ്മൾ തന്നെ ഇരുന്നിട്ട് ഈ പാഠപുസ്തകം, കണക്കിന്റെ പുസ്തകം വായിക്കാറുണ്ടോ? വായിക്കണ്ടോ? അതിന്റെ തുടക്കത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഈ ഭിന്നസംഖ്യ എന്തെങ്കിലും ആവശ്യം വരുന്നതായിട്ട്? ആർക്കും വേണമെങ്കിൽ പറയാട്ടോ. ഓർമ്മ ഉണ്ടോ 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ എന്തെങ്കിലും ഉപയോഗം ഭിന്നസംഖ്യ കൊണ്ടിട്ട്? ഇരുന്നോളും മനെ, എപ്പോഴും എണീക്കണ്ട. നമുക്ക് കടയിൽ പോകുമ്പോ അങ്ങനെ അര കാല് എന്നൊക്കെ ഉള്ളത് ഇപ്പോഴും പറയാറുണ്ടോ കടയിൽ? ഇപ്പൊ എപ്പോഴാ പറയാ? 1/2 കിലോഗ്രാം എന്നൊക്കെ എപ്പോഴും പറയലുണ്ടോ? 1/2 കിലോ ഉണ്ട്, 1 കിലോയും അങ്ങനെ പറയൂ. 500 ഗ്രാം എന്നൊക്കെ പറയൂ. ഇപ്പൊ എങ്ങനെയാ പറയുന്ന ആൾക്കാർ? ഇപ്പൊ 1 കിലോ 1/2 കിലോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടോ 1/2 കിലോയും 1/4 കിലോ ഒക്കെ കൂട്ടാനും ഒക്കെ? എപ്പോഴെങ്കിലും സാധനം മേടിക്കുവാൻ വേണ്ടി വരാറുണ്ട് കുറേയൊക്കെ. നിങ്ങളുടെ നാട്ടിലൂടെ ഒഴുകുന്ന നദിയുടെ പേരെന്താ മോനെ? കുന്തിപ്പുഴ. എന്തിനാ ആ പേരെങ്ങനെ വന്നത് കുന്തിപ്പുഴയെന്ന്? അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വീട്ടിൽ പോയി ചോദിക്കണം, അധ്യാപകരോടൊക്കെ ചോദിക്കണം. പിന്നെ ഈ മഴ പെയ്യുന്നതൊക്കെ നോക്കിയിരിക്കാറുണ്ടോ? മഴ നല്ല രസമല്ലേ? മഴ പെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടോ? വെയിൽ എങ്ങനെയാണ് വരുന്നത് എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ശരി, നിങ്ങൾ എല്ലാം ശ്രദ്ധിക്കുന്ന കുട്ടികളാണ്. കൊള്ളാം. ഇനി ഗവൺമെന്റ് UP സ്കൂൾ തെങ്കുരയുടെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. ഗവൺമെന്റ് UP സ്കൂൾ തെങ്കരയ്ക്ക് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 89.6 ഔട്ട് ഓഫ് 100.